സന്നിധി തന്നിൽ നായക എന്നും. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ ആദ്യ താളുകൾ മറയ്ക്കുമ്പോൾ തന്നെ ആദ്യ അധ്യായത്തിൽ ഒരു വാക്ക് തന്നെയും പിന്നെയും എടുത്തെടുത്ത് പറയുന്നു: നല്ലത്. ഓരോ ദിവസവും ദൈവം സൃഷ്ടിച്ചതിന് ശേഷവും ദൈവം അതിനെ നല്ലത് എന്ന് കണ്ടു. ഒന്നാം ദിവസം നല്ലത്, രണ്ടാം ദിവസം നല്ലത്, അങ്ങനെ 6 ദിവസവും നല്ലത്. എന്നാൽ 7ാമത്തെ ദിവസം ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു കൊടുക്കുന്നു. 7ാമത്തെ ദിവസം നല്ലതല്ലാത്തത് കൊണ്ടല്ല, അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുന്നത്. സൃഷ്ടിപ്പിൻ്റെ അടയാളമായിട്ടാണ് ആ ദിവസത്തെ വേർതിരിച്ചിരിക്കുന്നത്. സൃഷ്ടിതാവിനെ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ആ ദിവസത്തെ മാറ്റിയിരിക്കുന്നത്. വലിയ സന്തോഷത്തോടെ എൻ്റെ സൃഷ്ടാവിനെ എനിക്ക് ആരാധിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടെ തൻ്റെ ജനം ദൈവത്തിൻ്റെ മുൻപിൽ കടന്നു വരും എന്നുള്ളതായ വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടിയായിരുന്നു. ആ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുറപ്പാട് പുസ്തകത്തിൽ അവരുടെ യാത്രാമധ്യേ ദൈവം അവർക്ക് ഒരിക്കൽ കൂടി 10 കൽപ്പന എഴുതി കൊടുക്കുമ്പോൾ ആ കൽപ്പനയെ അത്രമേൽ ശ്രേഷ്ഠമായി എഴുതിയത്: നിന്റെ ദൈവമായ യഹോവ 6 ദിവസം കൊണ്ട് വിലയ്ക്കുകയും ചെയ്ത് 7ാമത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് എങ്കിൽ മറ്റൊരു അടയാളം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം 13ാം അധ്യായം അതിൻ്റെ 17ാമത്തെ വാക്യം: മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ വണ്ണം ആകുന്നു എന്ന്. എന്താണ് മൃഗത്തിൻ്റെ മുദ്ര? മൃഗത്തിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഒരു സീല് അല്ല എന്ന് കാണുന്നു. ദൈവം ആരാധനയ്ക്കായി മാറ്റിവെച്ചതായ ഒരു ദിവസം ഒറിജിനൽ ആണ് എങ്കിൽ അവർ മറ്റൊരു ദിവസത്തിലേക്ക് വ്യാജമായിട്ട് കൊണ്ടുവരുന്നു. നാം ഇന്ന് വളരെ തിരക്കുള്ളതായ മനുഷ്യരാണ്. 10 വർഷത്തേക്ക് നാം പുറയിലേക്ക് തിരിഞ്ഞ് നോക്കുകയാണ് എങ്കിൽ അന്ന് ഉണ്ടായിരുന്ന മലിനീകരണത്തിനേക്കാൾ 100 ഇരട്ടിയാണ് ഇന്ന് മലിനീകരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ദേശത്ത് മാത്രമല്ല, ലോകം ഒട്ടാകെ മലിനമായി കൊണ്ടിരിക്കുകയാണ്. അത് വായു മലിനീകരണം, പ്രകൃതി മലിനീകരണം, അങ്ങനെ വിവിധ തരത്തിൽ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശക്തി വന്ന് നമ്മളോട് പറയുകയാണ്, ഈ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി മനുഷ്യൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഒന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ മാറ്റിവെക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ കൊറോണ എന്ന വൈറസ് വന്നപ്പോൾ ലോക്ക്ഡൗൺ വന്നതുപോലെ ഈ ലോകം മലിനപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മലിനീകരണം നടത്താതിരിക്കുന്നതിന് വേണ്ടി ലോക്ക്ഡൗൺ പോലെ നിങ്ങൾ ആയിരിക്കണം എന്ന് ഒരു ഉത്തരവ് വന്നാൽ നമ്മളെല്ലാവരും അനുസരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ സാത്താൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു: അതേ ദിവസം തന്നെ നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്, നിങ്ങളുടെ ജോലികൾ വിലപ്പെട്ടതാണ്, സമയം പാഴാക്കാനില്ല എന്ന്. ഞായറാഴ്ച ദിവസം തന്നെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ആയിരിക്കണം, അതേ ദിവസം നിങ്ങൾ ആരാധനയ്ക്ക് ആയിരിക്കണം, അല്ലാത്തവർക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല എന്ന് പറയുന്നതായ ഒരു സമയം വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്രയോ ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാത്തതായ ഒരവസ്ഥയിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമെന്ന് അത് കടന്നു വരാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഇന്ന് നാം കാണുന്നത് പോലെ തന്നെ ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ളതായ പ്രിപ്പറേഷനിലാണ് സാത്താനം എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക കൽപ്പനയുടെ അനുസരണത്തിൻ്റെ ആവശ്യമായി നാം അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നാം പ്രാർത്ഥനയോടെ ഒരുങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളെ തിരക്കിട്ടിട്ടുള്ളതായ ഈ ജീവിതത്തിനിടയിൽ നാഥ നിന്നെ മറന്നു പോകാതെ നിന്നെ ആരാധിക്കുവാൻ തൊക്കണം ശക്തീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടുന്നതായ ആത്മീയ ഉപദേശങ്ങൾ, ആത്മീകമായിട്ടുള്ളതായ വരങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ സഭയോടും ഞങ്ങളുടെ മക്കളോടും ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കണം ആഹ്വാനം ചെയ്യുവാനുള്ളതായ ഒരു മാതൃകയുള്ള ജീവിതം നയിക്കാൻ തക്കണം സഹായിക്കണമേ. അടിയങ്ങൾ കൊണ്ട് ജമിച്ച് യേശു നന്ദി താൻ ഉപേക്ഷിക്കുന്നു. ആമേൻ.